മുന്നേ നമുക്കറിയാമല്ലോ, ഒരു അടുക്കളയിൽ തന്നെ എത്ര ഉപകരണങ്ങൾ മുൻകാലങ്ങളിൽ മുൻ തലമുറ ഉപയോഗിച്ചിരുന്നു എന്നുള്ളത് നമുക്കറിയാം. ഇന്ന് എത്രത്തോളം മെഷീനറി നമ്മൾ ആ ഒരു അടുക്കളയിൽ തന്നെ ഉപയോഗിക്കുന്നു എന്നുള്ളത് അറിയാം. അത് തന്നെയാണ് സത്യത്തിൽ നമ്മുടെ ജീവിതശൈലിയിൽ വന്ന മാറ്റങ്ങളുടെ യഥാർത്ഥ കാരണമെന്ന് പറയുന്നത്. അത് സ്ത്രീകളെ മാത്രം കുറ്റപ്പെടുത്തുകയല്ല, ഞാൻ പുരുഷന്മാരടക്കം പറയണം. ഇപ്പോൾ പണ്ട് കാലങ്ങളിലൊക്കെ ഞങ്ങളുടെ നാട്ടിൽ നിന്ന് സാധാരണ കടുങ്ങാത്തുകുണ്ട് അങ്ങാടിയിലേക്ക് ആളുകൾ നടന്നിട്ടാണ് പോയിരുന്നത്. എങ്ങനെ? രാവിലെ ജോലി ചെയ്ത് ഉച്ച ഒരു 3-3:30 ആകുമ്പോഴത്തേനും ജോലിയൊക്കെ അവസാനിപ്പിച്ച് വൈകുന്നേരം മീൻ വാങ്ങാൻ പോവുക, കടുങ്ങാത്തുകൊണ്ടക്ക് നടന്നിട്ടാണ്. ഇന്ന് ആ ആളെടുത്ത് വരെ സ്കൂട്ടിയായി. അപ്പോൾ നമ്മുടെ ജീവിതശൈലിയിൽ മാറ്റങ്ങൾ വരരുതെന്നല്ല, നമ്മുടെ ജീവിതശൈലിയിൽ വന്ന മാറ്റങ്ങളിലൂടെയാണ് ഇത്തരത്തിലുള്ള ജീവിതശൈലി രോഗങ്ങൾ നമ്മളിലേക്ക് സന്നിവേശിക്കപ്പെട്ടത്. അല്ലാതെ പാരമ്പര്യമായിട്ട് മാത്രം വന്നതൊന്നുമല്ല. പാരമ്പര്യമായിട്ട് വരികയാണെങ്കിൽ നമ്മുടെ വാപ്പാർക്ക് ഉണ്ടാകേണ്ടിയിരുന്നു, അല്ലെങ്കിൽ വലിയപ്പാർക്ക് ഉണ്ടാകേണ്ടിയിരുന്നു. അതൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ ജീവിത ശൈലി തന്നെയാണ് ഈ ജീവിതശൈലി രോഗങ്ങൾ നമ്മളിലേക്ക് സന്നിവേശിപ്പിക്കപ്പെടാനുണ്ടായ കാരണം. അപ്പോൾ അതിനെ ഇനി നമുക്ക് ഓവർകം ചെയ്യാം. നമുക്ക് ഗ്രൈൻഡർ ഇല്ലാതെ ജീവിക്കാൻ കഴിയില്ല, നമുക്ക് മിക്സി ഇല്ലാതെ ജീവിക്കാൻ കഴിയില്ല. ആ ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ മാറ്റപ്പെട്ടു. പിന്നെ നമ്മൾക്ക് എങ്ങനെയാണ് നമ്മുടെ ശരീരത്തെ ആരോഗ്യകരമായ ഒരു ശരീരമായി, മനസ്സും ശരീരവും ആരോഗ്യകരമായ ഒരു രൂപത്തിലേക്ക് കൊണ്ടുപോകാൻ കഴിയുക എന്നുള്ളതിനെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത്. അവിടെയാണ് ഇവിടെ ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ച പോലെ യോഗ അടക്കമുള്ള നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുന്ന രൂപത്തിലുള്ള വ്യായാമ മുറകളിലേക്ക് നമ്മൾ തിരിയേണ്ടത്. നേരത്തെ ഇവിടെ ഡോക്ടർ സൂചിപ്പിച്ചു, വളരെ പ്രസക്തമായൊരു സംഗതിയാണ് നമ്മുടെ ഭക്ഷണ ക്രമീകരണം. നമ്മളിന്ന് എങ്ങനെയാലും ആഴ്ചയിൽ ഒരു ദിവസം പുറത്തു പോയി ഭക്ഷണം കഴിക്കുന്നുണ്ടോ? ഇല്ലേ? പക്ഷേ ആ പുറത്തു പോയി കഴിക്കുന്ന ഭക്ഷണം കഴിക്കണ്ട എന്നല്ല ഞാൻ പറഞ്ഞത്, കഴിക്കുക. പക്ഷേ അതിനൊരു പരിധി വെക്കൽ നിർബന്ധമാണ്. അപ്പോൾ നമ്മുടെ ഭക്ഷണ ക്രമീകരണങ്ങളിലൂടെയും സ്വാഭാവികമായി ഇത്തരത്തിലുള്ള വ്യായാമ ആരോഗ്യത്തിന് ഗുണകരമാകുന്ന തരത്തിലുള്ള സംവിധാനങ്ങളിലൂടെയും മുന്നോട്ട് പോയാൽ മാത്രമാണ് നമുക്ക് ആരോഗ്യമുള്ള ഒരു തലമുറയായി ജീവിക്കാനും വരുന്ന തലമുറക്ക് ഒരു മാതൃകയായി മാറാനും സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് വസ്തുത. ഇത് ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകണമെന്നാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഇനിയും നമ്മുടെ പഞ്ചായത്തിൽ പല വാർഡുകളിലും യോഗ ക്ലബ്ബുകൾ ആരംഭിക്കാനുണ്ട്. അതിനുള്ള ശ്രമങ്ങളുമായി കൽപ്പകഞ്ചേരി പഞ്ചായത്ത് ഭരണസമിതി മുന്നോട്ട് പോവുകയാണ്. അതോടൊപ്പം തന്നെ നേരത്തെ ഡോക്ടർ ഇവിടെ സൂചിപ്പിച്ച നമ്മുടെ ഹോമിയോ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വെൽനസ് സെൻറ്റർ നമ്മൾ കഴിഞ്ഞ ഈ സാമ്പത്തിക വർഷം തന്നെ അതിന് പദ്ധതിയൊക്കെ വെച്ചതായിരുന്നു. പക്ഷേ ചില കാരണങ്ങളാൽ നമുക്കത് ഈ വർഷം നടപ്പിലാക്കാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ട്. അതുമായി ബന്ധപ്പെട്ടിട്ട് കൂടുതൽ വിദഗ്ധരുമായി കൂടിയാലോചിച്ച് എങ്ങനെയാണ് അവിടെ അങ്ങനെ ഒരു വെൽനസ് സെൻറ്റർ നമുക്ക് കൊണ്ടുവരാൻ കഴിയുക എന്നുള്ളതിനെക്കുറിച്ച് ഭരണസമിതി കാര്യമായിട്ട് ആലോചിക്കുന്നുണ്ട്. അതുകൂടി നിങ്ങളെ അറിയിക്കുകയാണ്.